ഡേറ്റും ഇവിടെ ഡേറ്റും രണ്ടാകാൻ പാടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾ ആലോചിച്ചു. ഇതാണ് ഞാൻ അവിടെ പണ്ഡിതന്മാരോട് ചോദിക്കുന്നത്. ഞാനൊരു പ്രാവശ്യം ഉംറാബാദിലേക്ക് പോയി. ഉംറാബാദിൽ വലിയ ദാറുസ്സലാമുണ്ട്. അവിടെ ഞാൻ പല പ്രാവശ്യം പോയി അവരെന്നെ സ്വീകരിക്കുന്നില്ല. പിന്നെ അവിടെ പഠിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം എന്നെ കൂട്ടിയിട്ട് പോയി. അപ്പൊ അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, അപ്പോ വലിയ ഉസ്താദ്മാരെല്ലാം വന്നിരുന്നു. അവര് ഈ പുസ്തകങ്ങളെല്ലാം കൊണ്ടുവന്നു, മേശ നിറഞ്ഞ് രണ്ട് അട്ടി വലിയ വലിയ ഗ്രന്ഥങ്ങൾ. അപ്പോ വലിയ ഉസ്താദ് പറയാൻ എന്നോട്, ഇതൊക്കെയാണ് ഈ ബാബു റൂയത്തുൽ ഹിലാൽ, നിങ്ങളെന്താ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനൊരു വലിയ ഗ്രന്ഥം എടുത്തൊന്ന് മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, നിങ്ങളിപ്പോ ഉത്തരം പറയാൻ തയ്യാറാണോ? കുറച്ചു നേരം കഴിഞ്ഞപ്പോ അദ്ദേഹം കഴിഞ്ഞിട്ട് എവിടെ പോയി, കുറച്ച് കഴിഞ്ഞപ്പോ വേറെ ആൾ പോയി, അങ്ങനെ പോയി എല്ലാവരും പോയി. പിന്നെ 2-3 ചെറിയ ഉസ്താദുമാർ മാത്രം ബാക്കിയായി. ഞങ്ങൾ കഴിഞ്ഞല്ല, ഞങ്ങൾ ഈ പണവും സമയവും ഒക്കെ ചെലവ് ചെയ്തിട്ട് വന്നത് ഇതിനൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഇവര് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവര് പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങളെ ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല, അതുകൊണ്ടാണ് അവർ പോയി കളിക്കുന്നത്. ഞാൻ കുറെ കത്തുകൾ എഴുതിയിട്ടുണ്ട്. എന്റെ ചോദ്യം എന്താണെന്ന് അവർക്കറിയാം. എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്, അധികമൊന്നുമല്ല. ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ഇസ്ലാം പരിപൂർണമായ മതമാണ്, ഇതിന്റെ ശരീഅത്ത് പരിപൂർണമാണ്, ഇതിൽ തെറ്റൊന്നുമില്ല, നമ്മളെല്ലാവരും പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ ശരീഅത്തിൽ കേരളത്തിന്റെ തീയതിയും തമിഴ്നാട്ടിലെ തീയതിയും, അതായത് കോഴിക്കോടിന്റെ തീയതിയും ഈ ഉംറാബാദിലെ തീയതിയും രണ്ടാകാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. സിമ്പിൾ ചോദ്യം. അവരുടെ വീക്ഷണത്തിൽ ഇത് രണ്ട് അങ്ങനെ ആകാമെന്നാണ്. ഇതിന്റെ മൊത്തമുണ്ട്, ഇതാകാൻ പാടുണ്ടോ? ഇത് കൊണ്ടുവരുന്ന ഹദീസ് എന്താണെന്നറിയോ? ഒരു ഹദീസ്, ഖുറൈബിന്റെ ഹദീസ് എന്ന് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, അത് മാത്രമേ തെളിവുള്ളൂ ഇവർ. അത് കൊണ്ടുവന്ന് കാണിക്കും. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഷാമിൽ വേറൊരു തീയതിയും മദീനയിൽ വേറൊരു തീയതിയും ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ ആകാം എന്നാണ് ഇതിന് ധാരണ. അത് ശരിയാണോ? അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ഖുറൈബ് പറഞ്ഞത് അംഗീകരിച്ചില്ല. കാരണം സാക്ഷിയില്ല, അതിന് തെളിവില്ല, അദ്ദേഹം തള്ളിക്കളഞ്ഞു. അപ്പൊ ആ തള്ളിക്കളഞ്ഞത് എടുത്തിട്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തഖ്ലീദ് ചെയ്യുന്ന ഇവർ. തഖ്ലീദ് പാടുണ്ടോ? തഖ്ലീദ് ഹറാമാക്കുന്നവർ തന്നെയാണ് ഇത് തഖ്ലീദ് ചെയ്തത്. അപ്പൊ ഇബ്നു അബ്ബാസ് എല്ലാം തള്ളിയത് കൊണ്ട് നമുക്കും തള്ളാം എന്ന അർത്ഥത്തിലാണ് ലോകം മുഴുവനും അറഫ തിങ്കളായിട്ട് കണക്കാക്കിയപ്പോ ഇവിടെ ഇന്ന് അറഫ എല്ലാം ഇവർ പറയുന്നത്. ശരിയാണ്, ചിന്തിച്ചു നോക്കണമെങ്കിൽ. അപ്പൊ ഇതാ അവസ്ഥ. അപ്പൊ അവർക്ക് ഈ ചോദ്യത്തിന് ഉത്തരമായി. ഇപ്പൊ ഇവർ പറയുന്ന അർത്ഥമാണ് ആ ഹദീസിന് ആണെങ്കിൽ ഇവിടെ എന്താ സ്ഥാപിക്കപ്പെടുന്നതെന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഇതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ലെന്നോ. അതായത് ഷാമിൽ ഒരു തീയതി മദീനയിൽ വേറൊരു തീയതി ആകാമെന്ന് അദ്ദേഹം ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാബദ്ധമാണ്. ഒരിക്കലും അങ്ങനെ പാടില്ല. കാരണം എന്താണെന്നറിയോ? ഈ ഷാമും മദീനയും ഒരേ ലോഞ്ചിറ്റ്യൂഡിലാണ്. വടക്ക് അത് കിടക്കുന്ന ഇവിടെ തെക്ക് സമയത്തിന് വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല, ഒരു ലോഞ്ചിറ്റ്യൂഡാണ്. അപ്പൊ ഇതുപോലും ആ വലിയ വലിയ പണ്ഡിതന്മാർക്കും പിന്നെ മഹാന്മാർക്കും അറിയില്ലെന്ന് പറഞ്ഞാല് അപ്പോ ദീനുൽ ഇസ്ലാം എവിടെ ഉണ്ടാവില്ല. അതാണ് വ്യവസ്ഥ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ വിഷയം കുറെ ആളുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. എല്ലാവർക്കും പഠിക്കാൻ പറ്റും. ആർക്കും ഇത് വലിയൊരു കാര്യമല്ല, വളരെ എളുപ്പമായ ഒരു സംഗതിയാണ് ഈ തീയതികൾ മനസ്സിലാക്കുന്നത്. ചന്ദ്രനെ കണ്ടിട്ട് തന്നെ നമുക്ക് തീയതി മനസ്സിലാക്കാൻ പറ്റും. അത് പഠിക്കാൻ സഹായകമായിട്ട് നമ്മൾ ഓരോ വർഷത്തിലും ചന്ദ്രന്റെ എല്ലാ കലകളും കൊടുത്തുകൊണ്ട് ശരിക്കും കൊടുക്കുന്നുണ്ട്. ആർക്കും അതിനെ നോക്കിയിട്ട് ഇത് കലണ്ടർ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാൻ പറ്റും. അതിന് യാതൊരു അറിവും ആവശ്യമില്ല. വെറും കണ്ണുകൊണ്ടുള്ള ഒരു നോട്ടം മാത്രം നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ കലണ്ടർ തെറ്റാണെന്ന് പറയാൻ പറ്റും. ഈ കലണ്ടർ ശരിയല്ല, ഈ കലണ്ടറിൽ 29 മാസത്തിന് 29 കല ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കലണ്ടർ തെറ്റെന്ന് പറയാം. അപ്പോ നമ്മളിപ്പോ ചെയ്യുന്ന മാതിരി 29 മാസത്തെ 30 ആക്കുകയും 30 മാസത്തെ 29 ആക്കുകയും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന്റെ കാര്യത്തിൽ നമുക്ക് പങ്കുണ്ട് എന്ന് നമ്മൾ വാദിക്കുക ചെയ്യുന്നു. അത് മഹാബദ്ധമാണ്, അത് ഒരിക്കലും പാടില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വലിയ തെറ്റിനെ നമ്മൾ മനസ്സിലാക്കുകയും ഇന്ന് തിരുത്താൻ ജനങ്ങൾ തയ്യാറാകുകയും വേണം. അപ്പൊ നമുക്കിപ്പോ ഇതിൽ പറയാനുള്ളത് ഇന്നാ വജദ്ന ആബാന അലാ ഉമ്മത്തിൻ വൈന അലാ ആസാരി മുഖ്തദുൻ എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ. നമ്മൾ അവരോട് ചോദിച്ചാൽ നിങ്ങൾ എന്തായി ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പിതാക്കന്മാർ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, അത് പണ്ടേ അങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാമെന്നുള്ളതല്ലാതെ ഖുർആനിലെ സുന്നത്തിലേക്ക് മടങ്ങി വരാൻ നമ്മൾ തയ്യാറില്ല.
ഇത് ആണ് അവസ്ഥ. അപ്പൊ ഇതിന് എനിക്ക് പല അനുഭവങ്ങളുണ്ട്. ഇപ്പൊ എല്ലാവരും ഇവിടെ ഞാൻ എല്ലാം പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബുദ്ധിമാന്മാരായ ആളുകൾ ഇത് മനസ്സിലാക്കുകയും പഠിക്കുകയും ഇത് പ്രാവർത്തികമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവും. എപ്പോഴും അല്ലാഹു എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വിശ്വാസം പരിശോധിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ വിശ്വാസികളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞാൽ അല്ലാഹു വിശ്വാസം പരിശോധിക്കാതെ വിട്ടില്ല. ഓരോരുത്തരുടെയും വിശ്വാസം പല ഇതുകൊണ്ട് അല്ലാഹു എന്ത് ചെയ്യും? പരിശോധിക്കും. നമ്മുടെ കാലഘട്ടത്തിലുള്ള ഒരു പ്രശ്നം ഇതാണ്. നമുക്കിപ്പോ എല്ലാ സൗകര്യങ്ങളുണ്ട്. പണ്ട് കാലത്തുള്ള ആളുകൾക്ക്, അതായത് ഒരു 50 വർഷം മുമ്പേ ഉള്ള ആളുകൾക്ക് നമുക്കുള്ള ഈ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നോക്കുങ്ങൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യം കിട്ടി. എപ്പോഴാണ് 47 കിട്ടിയപ്പോ ഈ വിവരം ലക്ഷദ്വീപുകാരായ നമ്മൾ അറിയുന്നത് 3 മാസം കഴിഞ്ഞിട്ടാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത്രയും വലിയൊരു സംഭവം ലക്ഷദ്വീപിൽ വിവരം എത്തുന്നത് 3 മാസം കഴിഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ആകത്തിൽ ആരും കപ്പലൊന്നും ബോട്ടൊന്നും പോവില്ല. അന്ന് ഈ ടെലികമ്മ്യൂണിക്കേഷൻ ഇല്ല, റേഡിയോ ഇല്ല, ഒന്നുമില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ ദ്വീപിന്ന ആൾ കരയിലേക്ക് വന്ന് മടങ്ങിപ്പോയാൽ മാത്രമേ ഇവിടെ നടന്ന സംഭവം അറിയുള്ളൂ. അങ്ങനത്തെ അവസ്ഥയായിരുന്നു 50 വർഷം മുമ്പേ. ഇപ്പോഴോ ഇവിടെ നിന്നിട്ട് എനിക്ക് അമേരിക്കയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. അവിടെ നടക്കുന്ന കാഴ്ചകളൊക്കെ കാണാനും പറ്റും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഈ അവസ്ഥയിൽ നമ്മൾ ഈ പഴയ ആചാരങ്ങൾ അതേപോലെ തന്നെ തുടർന്നാൽ, അപ്പൊ ഇസ്ലാം പിന്നെ മറ്റ് ഇതുപോലെ തന്നെ ഒരു മതമാണ് നമ്മൾ പറയുന്നത്, ജീവിത വ്യവസ്ഥ അല്ല. ഇതൊരു അന്ധവിശ്വാസങ്ങൾ കുറെ അടങ്ങിയ ഒരു ഇതാണ്. മറ്റുള്ളവരോട് നമുക്ക് ദീനെപ്പറ്റി പറയാൻ പോലും പറ്റില്ല. അവരുടനെ ചോദിക്കാൻ അങ്ങനെയാണ്. വലിയ ആളുകളുണ്ട്, അവരിത് നമുക്കിപ്പോ ആദ്യം പറഞ്ഞ മാതിരി ഇന്നലെ നിങ്ങൾ മുസ്ലിമീൻ എന്ന് പറയാൻ പോലും നമുക്ക് ലജ്ജ ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. ഇപ്പോൾ ഈ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് പഠിപ്പിക്കപ്പെടും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്ലാസുകൾ നടത്താം, പഠിക്കാം. ഇത് പഠിച്ച് മനസ്സിലാക്കുകയും ഇത് നടപ്പിലാക്കുകയും ചെയ്യണം. ഇത് ഇസ്ലാമിൽ നഷ്ടപ്പെട്ടു പോയ ഒരു അറിവാണ്. ഇത് നമ്മൾ ജീവിപ്പിക്കുകയും ഇതിനെ മുഴുവൻ ശരിയാക്കുകയും വേണം. പിന്നെ കലണ്ടറിനെ പറ്റി പറഞ്ഞ സ്ഥലത്ത് ഇന്ന് ലോകത്തുള്ള എല്ലാ കലണ്ടറുകളും കുറ്റങ്ങളുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടറിനെ പറ്റി തന്നെ നമ്മളെല്ലാം ജവഹർലാൽ നെഹ്റു തന്നെ പറഞ്ഞ ഇത് ഹിന്ദുവില് വന്നിരുന്നൊരിക്കൽ. അപ്പൊ 50 വർഷത്തിന് മുമ്പുള്ള ഒരു കോളമുണ്ട്, അതിൽ വന്നതാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോ നമുക്ക് ഇവിടെ കുറെ കലണ്ടറുകളുണ്ട്, 30 40 കലണ്ടറുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒന്നും ശരിയല്ല. ഇപ്പൊ ഈ ലോകം അംഗീകരിച്ചിരിക്കുന്ന ഈ ഗ്രിഗോറിയൻ കലണ്ടറിൽ പോലും അതിൻ്റെതായ കുറവുകളും തെറ്റുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യ ഇന്ത്യക്ക് ഒരു ശരിയായ ഒരു കലണ്ടർ ഉണ്ടാക്കാൻ വേണ്ടി ശാസ്ത്രലോകം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനമാണ്. നമ്മൾക്കൊണ്ട ഒരു സാധനമുണ്ട്, ഇത് ആർക്കറിയോ? ഇത് ഒരു കുറ്റവും ഒരു തെറ്റുമില്ലാത്ത അള്ളാഹുവിന്റെ കലണ്ടറാണ്. ഇത് ഒരിക്കലും മാറ്റേണ്ടി വരില്ല. അതങ്ങനെ തന്നെ ലോകാവസാനം വരെയുള്ളത് നമുക്ക് കണക്കൂട്ടാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കലണ്ടർ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ വികലമായിട്ട് പല കോലത്തിൽ അടിച്ചിറക്കി ആളുകളെ കുഴപ്പത്തിലാക്കുന്ന പരിപാടിയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ സംഗതികൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും വേണ്ടി നമുക്കറിയാം, ഈ കാര്യങ്ങൾ ഈ ഇസ്ലാമിക കലണ്ടറിനെ കുറിച്ചുള്ള വിവരം നമുക്ക് എല്ലാവർക്കും ഈ വിവരം നൽകാൻ വേണ്ടി, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പകർന്നു തരാൻ വേണ്ടി വ്യക്തമായ അള്ളാഹു നിശ്ചയിച്ച ഡേറ്റുകളും പവിത്രയും ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള കാരണം ഇവിടെ സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. 2 കാരണം. ഒന്ന്, പാരമ്പര്യമായിട്ട് ആരോട് ചോദിച്ചാൽ മാസം കാണണ്ടേ, ഏത് കുട്ടികളോട് ചോദിച്ചാലും പെരുന്നാൾ അവിടെയും നോമ്പ് നോക്കി മാസം കാണണ്ടേ, ഇങ്ങനെയുള്ള പാരമ്പര്യമായ ഒരു സംഗതി, ഇത്തരം അടിസ്ഥാനപരമായ പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് മറപ്പിക്കപ്പെടുകയും പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇക്കാര്യം മനസ്സിലാക്കുവാനും പഠിക്കുവാനും കൂടുതൽ സമയം നമ്മൾ കണ്ടെത്തുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ നമുക്ക് വേണ്ട വിവരങ്ങൾ നൽകിയ അലിമൻ ഇർഫാൻ സാഹിബിനും അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ സമയം നമ്മോട് സംസാരിച്ച പ്രൊഫസർ കോയക്കുട്ടി ഫാറൂഖി, അതുപോലെ
ഡോക്ടർ പി അബ്ദുൽ കരീം സാഹിബ് ഈ തുടങ്ങിയ ആളുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകൾക്കും ഇതിനുവേണ്ടി സൗകര്യം ഒരുക്കിയവരും ബന്ധപ്പെട്ടവരും എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സർവശക്തനായ അള്ളാഹു ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അങ്ങനെ അള്ളാഹുവിന്റെ യഥാർത്ഥ ദീനനുസരിച്ച് അമൽ ചെയ്തുകൊണ്ട് അവന്റെ പൊരുത്തപ്പെട്ട ദാസന്മാരെ അവരുടെ സ്വർഗത്തിൽ പഠിപ്പിച്ചുകൊണ്ടാൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.